ചീമച്ചേമ്പ് തളിരെ അരിഞ്ഞ് നല്ല വെളിച്ചെണ്ണയിലിട്ട് വറുത്ത് പൊരിച്ചെടുത്താൽ നല്ല പൊരു കുരന്നിരിക്കും. പൊതിമൂത്ത മുത്തശ്ശനും മുത്തശ്ശിയും ചേമ്പിൻ കുട്ടയ്ക്കടുത്ത് ഇരിപ്പായി. ഈ കണ്ണൻ ചേമ്പ് വറക്കുന്നത് ചീമച്ചേമ്പിനേക്കാൾ രുചിയാണ്. വരുന്നത് വരട്ടെ. മുത്തശ്ശൻ ഒരു ചേമ്പെടുത്ത് ചുരണ്ടി വെള്ളത്തിലിട്ടപ്പോഴേക്കും മുത്തശ്ശി 2 എണ്ണം ചുരണ്ടി കഴിഞ്ഞു. കൊടും മത്സരം അതോ ആക്രാന്തമോ? കുളിപ്പിച്ച് തോർത്തിയെടുത്ത ചേമ്പന്മാരെ അരിയമ്പലകയിൽ ഇരുത്തി. തളിരെ അരിയുക എന്ന യജ്ഞത്തിലാണ് ഇരുവരും. തളിരെ അരിയാൻ നമ്മുടെ കണ്ണും കയ്യുമൊക്കെ സഹകരിക്കുമോ ആവോ? മുത്തശ്ശിക്ക് സംശയം. അതെന്താ അങ്ങനെ തോന്നാൻ? നമുക്കെന്താ വയസ്സായോ? മുത്തശ്ശൻ അച്ഛനും അമ്മയും എന്തിനാ ഇപ്പോഴീ വയ്യാവേലിക്ക് നിൽക്കണേന്ന്, നിങ്ങൾക്ക് ഈ സമയം കൊണ്ട് സാരംഗിന്റെ ചരിത്രം എഴുതിക്കൂടെ എന്ന് ഒക്കെ പിള്ളേര് ചോദിച്ചാലോ? നമ്മുടെ ഹിപ്പാച്ചി വരുന്നുണ്ടല്ലോ, അവർക്ക് എന്തെങ്കിലും പുതുമയുള്ളത് കൊടുക്കണ്ടേ എന്നങ്ങ് തട്ടിവിടാം. അങ്ങനെ കൃത്യമായ പദ്ധതിയുമായി രണ്ടാളും മുന്നോട്ട് പോയി. വഴുവഴുപ്പ് മാറാനായി വീണ്ടും കഴുകി വാരി വാഴയിലയിൽ നിരത്തി. മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും ആവേശം കണ്ട ഉരുളി കത്തുന്ന അടുപ്പിൽ കുത്തിയിരുന്നു. ഇരുവരുടെയും സഹപ്രവർത്തകയായിരുന്ന റോസമ്മ ടീച്ചറുടെ മില്ലിലുണ്ടാക്കിയ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ തിളച്ചു. 1000 പൂർണ്ണചന്ദ്രന്മാരില്ലെങ്കിലും ഉള്ളവർ വാഴയിലയിൽ നിന്ന് ഉരുളിയിലേക്ക് തെന്നിയിറങ്ങി. കിലുകിലെന്നുള്ള ശബ്ദവും മണവും ആസ്വദിച്ചുകൊണ്ട് മുത്തശ്ശി ഉപ്പേരി കോരിയെടുത്തു. വെള്ളുകുട്ടയിലിട്ടു. ഉപ്പ് തളിച്ചു. കുടഞ്ഞ് ഉപ്പ് ഒരുപോലെ പകുത്തു കൊടുത്തു. ഉപ്പേരിക്ക് തൃപ്തിയായി. മുത്തശ്ശിക്ക് തൃപ്തിയായെന്ന് വായിൽ നോക്കിയാൽ അറിയാം. എന്തിനാണ് ഈ വയ്യാവേലി എന്ന് ചോദിക്കുന്നവരുടെ വായടയ്ക്കാൻ ഒരു ഭരണി ചേമ്പുപ്പേരി ഹിപ്പാച്ചിക്കായി മാറ്റിവെച്ചു. ബാക്കി സ്വാഹ.